ഡോക്ടർ മൂപ്പൻസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി അല്പസമയത്തിനകം അവിടെ നിന്ന് ഇറങ്ങും. നേരെ കളക്ട്രേറ്റിലേക്കാണ് അദ്ദേഹം പോവുക. അതിനു മുന്നോടിയായി പോലീസ് വാഹനങ്ങളൊക്കെ വഴിയൊരുക്കി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്പസമയത്തിനകം കളക്ട്രേറ്റിലെത്തി അവിടെ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഈ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇവിടെ വെച്ച് നടത്തുമോ അതോ ഡൽഹിയിലെത്തിയ ശേഷമാകുമോ എന്നറിയില്ല. എന്തായാലും ഇതിനോടകം ഈ അപകടത്തിൻ്റെ ആഘാതം, ഈ ദുരന്തത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആകാശ നിരീക്ഷണത്തിലൂടെയും ചൂരൽമലയിലെ സന്ദർശനത്തിലൂടെയും അതിനുശേഷം ക്യാമ്പിലും ഇപ്പോൾ ആശുപത്രിയിലും എത്തി നേരിട്ട് ദുരന്തബാധിതരുമായി സംസാരിച്ചു. ആ ദുരന്ത മേഖലകൾ നടന്നു തന്നെ പ്രധാനമന്ത്രി കാണുകയും ചെയ്തു. ADGPയും കളക്ടറും അതുപോലെ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും തുടക്കം മുതൽ തന്നെ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. ഒരു നിവേദനം ഇനി കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി നൽകും എന്നാണ് അറിയുന്നത്. കേരളത്തിൻ്റെ ആവശ്യം ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള പദ്ധതികൾ സംബന്ധിച്ച സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അതിലുണ്ടാകും. കേന്ദ്രം ഏത് തരത്തിലുള്ള സഹായം ഇതിൽ നൽകും എന്നതാണ് ഇനി അറിയേണ്ടത്. ഒരു പ്രത്യേക പാക്കേജായി അനുവദിക്കുകയോ അല്ലെങ്കിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുകയോ ചെയ്യണമെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. 2000 കോടിയുടെ ഒരു ഇടക്കാല ഒരു അടിയന്തര പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സംഘത്തോട്. അത് ആവർത്തിക്കുമോ അതോ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. KR ഗോപികൃഷ്ണൻ അല്പസമയത്തിനകം കളക്ട്രേറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകും. അവിടെയാണ് ഇനി ഒരു ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത്. വയനാട് കളക്ട്രേറ്റാണ്, കൽപ്പറ്റയിലാണ്. അപ്പോൾ കൽപ്പറ്റയിലെ അവലോകന യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകും എന്നതാണ് അറിയേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം, വെള്ളാർമല തുടങ്ങിയ മേഖലകളെ ഇനി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് വേണ്ടത്. അത് ഒരു ടൗൺഷിപ്പ് എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ അതിനെ കാണുന്നത്. അത് സ്കൂളും അതുപോലെ തന്നെ മറ്റ് പൊതു ഓഫീസുകളും സർക്കാർ കെട്ടിടങ്ങളടക്കം റോഡുകളൊക്കെ ഉൾപ്പെട്ട ഒരു ടൗൺഷിപ്പ് എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ അവിടേക്ക് ആളുകളെ എത്തിക്കണം, അതിന് വേണ്ടുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. വീടുകൾ ഏതാണ്ട് 350-നും 400-നും ഇടയിൽ വീടുകൾ ആ മേഖലയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൊതുസ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ അല്ലെങ്കിൽ സ്കൂളുകൾ, റോഡുകളടക്കം സർക്കാർ ഓഫീസുകളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വരുന്ന ചിലവുകൾ, ഈ ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന പദ്ധതികളൊക്കെയാണ് നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടാകണം. എത്രത്തോളം സഹായം കേന്ദ്രത്തിൽ നിന്നുണ്ടാകും? ഇപ്പോഴിത് അതിതീവ്ര ദുരന്തം എന്ന നിലയിൽ പ്രഖ്യാപിച്ചാൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് തന്നെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാം. അതല്ല, ഇതൊരു സ്പെഷ്യൽ പാക്കേജായി പ്രഖ്യാപിച്ചാൽ ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളത്തിന് അനുവദിക്കണം. അപ്പോൾ അത്തരം 2-3 നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെന്തായിരിക്കും പരിഗണിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. KR ഗോപികൃഷ്ണൻ ചേരുന്നു കൽപ്പറ്റയിൽ നിന്ന്. ഗോപി, ഇതിപ്പോൾ ഈ ടൈം ഷെഡ്യൂൾ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് 3:45 കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിമാനം എന്നായിരുന്നു നേരത്തെ കേട്ടത്. അപ്പോൾ അതിനി പാലിക്കപ്പെടില്ല. അപ്പോൾ ഈ സമയം കുറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ വൈകിയത് കൊണ്ട് ഈ അവലോകന യോഗം വളരെ ഹ്രസ്വമായി പോകുമോ? വിജയകുമാർ, അങ്ങനെ ഒരു സംശയം ഇപ്പോഴുണ്ട്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചത് പോലെ തന്നെ മുൻ നിശ്ചയിച്ച പരിപാടി, പ്രധാനമന്ത്രിയുടെ പരിപാടി അനുസരിച്ച് അദ്ദേഹത്തിന് 3:45 കണ്ണൂരിൽ നിന്ന് മടങ്ങി പോകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ വിമാനം അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവലോകന യോഗത്തിൽ ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുമോ എന്നുപോലുമുള്ള ചില സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ട് എന്ന് പറയാം. പക്ഷെ ആ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ അറിയിപ്പൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൈകിയാണെങ്കിലും അദ്ദേഹം കളക്ടറേറ്റിൽ എത്തി ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കേന്ദ്ര മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങളും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ദയവായി തുടരുക. ഇതിപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. പ്രധാനമന്ത്രി ആശുപത്രിയിൽ ഏതാണ്ട് സാരമായ പരിക്കേറ്റ് ചികിത്സയിലൊക്കെ കഴിയുന്നവരെ കാണുകയാണ്, അവരുമായി സംസാരിക്കുകയാണ്. കൊച്ചുകുട്ടികളടക്കമുള്ളവരെ പ്രധാനമന്ത്രി ഓമനിക്കുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രി ചിലരുമായി സംസാരിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞറിഞ്ഞു. അവിടെ ചികിത്സയിൽ കഴിയുന്ന അരുൺ അടക്കം അവിടെ ചികിത്സയിലുണ്ട്. അതിൽ അരുണുണ്ട്, അനിലുണ്ട്. അരുൺ ഇതിൽ ഈ ദുരന്തത്തിൻ്റെ ആകെ ഒരു വലിയ ദുരന്തമുഖത്തു നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. അവിടെ അദ്ദേഹത്തെ അരുണിനെ കാണുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്ന ഒരു കുട്ടിയുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്. ആ കുട്ടി രക്ഷപ്പെട്ടതാണ്, അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. അതിൽ അരുണുണ്ട്, അനിലുണ്ട്, അവന്തികയുണ്ട്, സുഹൃതി
ഉണ്ട്. അവരെയൊക്കെ പ്രധാനമന്ത്രിയും അവിടെ കണ്ടിട്ടുണ്ട്. അല്പസമയം മുമ്പ് ആ പ്രധാനമന്ത്രിയും ആശുപത്രിയിൽ എത്തിയിരുന്നു. അവിടെ സംസാരിച്ചു, ആശുപത്രിയിൽ സന്ദർശനം നടത്തി, അവിടെ ചികിത്സയിൽ കഴിയുന്നവരുമായി ആശയവിനിമയം നടത്തി. അവരുടെയൊക്കെ എന്താണ് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ, അവർക്ക് ഏതു തരത്തിലുള്ള പരിക്കേറ്റു, എന്ത് തരം ചികിത്സയാണ് അവർക്ക് അവിടെ നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തന്നെ പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുത്തു. നേരത്തെ ക്യാമ്പിൽ പ്രധാനമന്ത്രി ആളുകളെ കണ്ടിരുന്നത് ഈ ദുരന്തത്തിൽ ഇരയായ ആളുകളുടെ ഛായാചിത്രങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു മുന്നിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ളതാണ്, ഡോക്ടർ മൂപ്പൻസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ക്യാമ്പിലുള്ളവരെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു, അവരുടെ ചികിത്സ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ആശുപത്രിയിലെത്തി അവിടെയും ദുരന്തത്തിനിരയായവർ അടക്കുന്ന ഒരു സംഘത്തെ കണ്ടു. പ്രധാനമന്ത്രി നേരിൽ കാണുന്നത് 4 പേരെയാണ്. അവരെ മറ്റൊരു വാർഡിലേക്ക്, ഈ ആശുപത്രിയിലെ മറ്റൊരു വാർഡിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് പ്രധാനമന്ത്രിയും ദുരന്തബാധിതരെ, അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടിയവരെ കാണുന്നത് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അവരുമായി പ്രധാനമന്ത്രി ഹ്രസ്വമായ ഒരു ആശയവിനിമയം നടത്തും. അതിനുശേഷം പ്രധാനമന്ത്രി കൽപ്പറ്റയിലേക്ക് മടങ്ങും. ആശുപത്രിയിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങി ഇപ്പോൾ കളക്ട്രേറ്റിലേക്കുള്ള യാത്രയിലാണ് പ്രധാനമന്ത്രി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം ആശുപത്രിയിൽ പ്രധാനമന്ത്രി തുടർന്നു. അവിടെ ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടു, അവരുടെ ചികിത്സാ വിവരങ്ങൾ ആരാഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കണ്ടു. 4 പേരെ പ്രത്യേകം കണ്ടു. അവരിൽ ഒരാൾ അരുണാണ്. അരുണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതകരമായി ഈ അപകടത്തിൽ നിന്ന് മണ്ണിൽ പുതഞ്ഞുപോയി, പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതാണ്. ഗുരുതരമായ സാരമായ പരിക്കുണ്ടെങ്കിലും അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നുണ്ട്. അരുൺ ഉൾപ്പെടെ ഉള്ളവരുമായി അവിടെ ആശയവിനിമയം നടത്തി. അനിൽ, അവന്തിക, സുഹൃതി, ഇതിൽ ഡോക്ടർ സുഹൃതി ഒഡീഷ സ്വദേശിയാണ്. ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നതിൽ 2 പേരാണ് അവശേഷിക്കുന്നത്. ബാക്കി മുഴുവൻ പേരും ഈ ഉരുൾപൊട്ടലിൽ അവരെ അപ്പോൾ സുഹൃതിയെ ഇപ്പോൾ പ്രധാനമന്ത്രി ആശുപത്രിയിൽ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക്, വേറൊരു വാർഡിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് പ്രധാനമന്ത്രി അവരുമായി ആശയവിനിമയം നടത്തിയത് എന്നാണ് വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സന്ദർശനം പൂർത്തിയാക്കി ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ കൽപ്പറ്റയിലെ കളക്ട്രേറ്റിലേക്കുള്ള യാത്രയിലാണ് പ്രധാനമന്ത്രി. അവിടെ നിന്ന് 10-12 കിലോമീറ്റർ ഉണ്ട് കളക്ട്രേറ്റിലേക്ക് എത്താൻ. അവിടെ എത്തിയാലുടൻ അവലോകന യോഗം തുടങ്ങും. KR ഗോപികൃഷ്ണൻ കൽപ്പറ്റയിൽ നിന്ന് ചേരുന്നു. ഗോപി, ഇനി ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ അവലോകന യോഗത്തിലേക്കാണ്. യോഗം സമയം വെട്ടിച്ചുരുക്കുമോ എന്നൊക്കെയുള്ള സംശയമുണ്ടെങ്കിലും അവിടേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി വരുന്നത് എന്ന വിവരം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അവിടെ വെച്ച് മുഖ്യമന്ത്രി നിവേദനം നൽകും. ഇനിയിപ്പോൾ അവിടെ ഒരു പ്രസന്റേഷൻ്റെ ആവശ്യമില്ല, ഇതിനോടകം കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ, അതോ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി തീരുമാനമെടുക്കുമോ? സാധാരണഗതിയിൽ ഡൽഹിയിലേക്ക് വന്നതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി എന്തെങ്കിലും ഔദ്യോഗിക തീരുമാനങ്ങളൊക്കെ അറിയിക്കുക എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ വയനാട്ടിലെ സന്ദർശനത്തിന്റെ ബാക്കി പത്രം, അതിന്റെ ഫലം എന്താകും എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ വയനാട്ടിന് ഒരു സ്പെഷ്യൽ പാക്കേജോ അതല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഗണ്യമായ ഒരു സഹായമോ ആണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ദുരന്ത മേഖലയിൽ ആദ്യം വ്യോമ നിരീക്ഷണവും അതിനുശേഷം നേരിട്ടെത്തിയും പ്രധാനമന്ത്രി കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പിന്നീട് സെന്റ് ജോസഫിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അവിടെ ദുരിതം അനുഭവിക്കുന്നവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തുകയും ചികിത്സയിൽ കഴിയുന്നവരെ കാണുകയും ഡോക്ടർമാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കളക്ടറേറ്റിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലെ അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനങ്ങൾ ഇപ്പോൾ കളക്ടറേറ്റിനടുത്തുള്ള റോഡിലൂടെ പോയിട്ടുണ്ട് വിജയകുമാർ. അപ്പോൾ അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്നു. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഹ്രസ്വമായ ഒരു അവലോകന യോഗമായിരിക്കും. കാരണം നേരത്തെ നിശ്ചയിച്ച പരിപാടികളിൽ സമയക്രമത്തിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 3:45 യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ അതിലും മാറ്റം വന്നിട്ടുണ്ട്. 1 മണിക്കൂർ അധിക സമയം അദ്ദേഹം വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സ്വാഭാവികമായും ഇവിടെ കളക്ടറേറ്റിലെ അവലോകന യോഗം വളരെ എളുപ്പത്തിൽ അത് പൂർത്തിയാകാനുള്ള സാധ്യതയാണുള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിസഭ ഉപസമിതി അംഗങ്ങളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ ഈ അവലോകന യോഗത്തിൽ ഉണ്ടാകും. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വളരെ ചെറിയൊരു ആശയവിനിമയത്തിന്റെ ആവശ്യമേ ഈ അവലോകന യോഗത്തിൽ ഉണ്ടാകൂ എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ വേഗം അവലോകന യോഗം പൂർത്തിയാക്കാനാണ് സാധ്യത. ഈ പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ വയനാടിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അതിൽ നമുക്ക് കാത്തിരിക്കണം. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിലും വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയുന്നത്. ഏതായാലും അവലോകന യോഗത്തിൽ കഴിഞ്ഞ ശേഷം മാത്രമേ കേരള
കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? കേരളത്തിന് പ്രതീക്ഷ അദ്ദേഹത്തിന്റെ വരവിന് ശേഷം എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കൊപ്പം മടങ്ങും. അതിനുശേഷം ഒരുപക്ഷെ മന്ത്രിസഭ ഉപസമിതിയിലെ അംഗങ്ങൾ അവരിൽ ആരെങ്കിലും ഒരാൾ മാധ്യമങ്ങളോട് ഈ അവലോകന യോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും നമ്മൾ കാത്തിരിക്കുന്നത് ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള ഒരു സഹായം, അതല്ലെങ്കിൽ വയനാടിന് ഒരു സ്പെഷ്യൽ പാക്കേജ് എന്ന അർത്ഥത്തിൽ കേരളം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സമഗ്രമായ പുനരധിവാസ പദ്ധതി കേന്ദ്രത്തിന്റെ അകമഴിഞ്ഞുള്ള സഹായമാണ്. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനവാസ മേഖല അപ്പാടെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്തെന്നറിയാതെ ഒരു വലിയ ചോദ്യചിഹ്നമായി ഒരുപാട് പേരുടെ ജീവിതം ബാക്കി നിൽക്കുന്നു. ആ മേഖലയെ ഒന്നാകെ പുനഃസൃഷ്ടിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ടൗൺഷിപ്പ് എന്നതാണ്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര ഏജൻസികളുടെ ഒക്കെ സഹായത്തോടു കൂടി ആയിരിക്കും ഈ അത്തരം അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഉണ്ടാവുക എന്ന് സംസ്ഥാന സർക്കാർ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ സാമ്പത്തിക സഹായം ആവശ്യമായിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും അതിന്റെ തീവ്രതയും മനസ്സിലാക്കിക്കൊണ്ട് ദേശീയ ദുരന്തം എന്ന നിലയിലോ അതല്ലെങ്കിൽ അതിതീവ്ര ദുരന്തത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയോ അതുമല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് എന്ന നിലയിലോ സംസ്ഥാനത്തിന്റെ ഈ ആവശ്യങ്ങൾക്ക്, അതായത് വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സമഗ്രമായ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ ഒരു കേന്ദ്ര സഹായം കിട്ടും എന്ന പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രിയുടെ വയനാട്ടിലേക്കുള്ള വരവിനെ തന്നെ അതിനോട് അനുകൂലമായ ഒരു സമീപനമായിട്ടാണ് മനസ്സിലാക്കുന്നതും. അതിനോടൊപ്പം തന്നെ ദുരന്ത മേഖലയിലെ ദുരന്ത ബാധിതർ അവരനുഭവിച്ച ജീവിത ക്ലേശങ്ങളും അവർക്ക് മുന്നിലുള്ള ജീവിത പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് എന്നത് എന്തായാലും ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടം ഇപ്പോഴുണ്ട്. പക്ഷേ അതിന്റെ പ്രഖ്യാപനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയായിട്ടില്ല. വിജയകുമാർ. യെസ്, കെ ആർ ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കളക്ട്രേറ്റിലേക്ക് അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തും. നേരത്തെ ആശുപത്രിയിൽ തീരുമാനിച്ചത് 4 പേരായിരുന്നു കാണുന്നത്. അതുകൂടാതെ ജസീല, റെജീന എന്നിവരുമായും പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. അവരും അവിടെ ചികിത്സയിലുള്ളവരാണ്. അവരെയും പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ട്. അവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. അവലോകന യോഗം ഈ സമയം വൈകിയത് കൊണ്ട് ദീർഘമായ ഒരു അവലോകന യോഗത്തിലേക്ക് പോകുമോ അതോ വളരെ ഹ്രസ്വമായ ഒരു യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി കണ്ണൂരിലേക്ക് മടങ്ങുമോ എന്നാണ് അറിയേണ്ടത്. കാര്യങ്ങൾ ഇതിനോടകം ഈ മേഖലയിലൊക്കെ നേരിട്ടും ആകാശ നിരീക്ഷണത്തിലൂടെയും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായ പശ്ചാത്തലത്തിൽ ഒരു പ്രസന്റേഷൻ ഇനിയിപ്പോൾ കളക്ടറേറ്റിൽ ഉണ്ടാകുമോ എന്നറിയില്ല. മുഖ്യമന്ത്രി നിവേദനം നൽകുന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെതായ ഒരു നിവേദനം കേന്ദ്ര സഹായം സംബന്ധിച്ച്. ഒപ്പം ഭാവിയിലെ ഈ മേഖലയുടെ പുനർനിർമ്മാണം അടക്കം ദീർഘകാല ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും ആ നിവേദനത്തിൽ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്.